പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര. CBSE കരിക്കുലം, അക്കാഡമിക് എക്സലൻസ്, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്, co-curricular activities for skill development, communicative English, sports coaching, well-equipped science, computer labs and school library, safe transportation. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Contact 9562482835. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ രണ്ടാമത് യുവകാവ്യ പുരസ്കാരം സമർപ്പിച്ചു. ആർ ആതിര കവി ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ലോകത്തൊരു അത്ഭുതകരമായ വയലാർ അനുസ്മരണമാണ് വടക്കാഞ്ചേരിയിൽ നടക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ വയലാറിൻ്റെ അനശ്വരങ്ങളായ ഗാനങ്ങൾ അത്ഭുതകരമായി പാടുന്നത് വടക്കാഞ്ചേരിയിൽ കണ്ടതുപോലെ ഞാൻ വേറെ എവിടെയും കേട്ടു. സാധാരണ തൊഴിലാളികൾ, വീട്ടമ്മമാർ, എല്ലാ മേഖലയിലുംപ്പെട്ട മനുഷ്യർ, വയലാറിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എണ്ണമറ്റ മനുഷ്യർ പാടി തീരാത്ത പാട്ടുകാരുണ്ടാവുന്നുണ്ട്. അവർ ഇവിടെ കാണുന്നില്ല, പഴയ പാട്ടുകാർ ഇവിടെ വന്ന സ്ഥിരം കൂടെ പാടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു വലിയ വയലാർ കേന്ദ്രമാണ്, വയലാറിൻ്റെ സ്മരണാ കേന്ദ്രമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ പാർട്ടി ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് സതീശൻ്റെയും കൂടെയുള്ള സോമേട്ടനും കവിയും ഇവരൊക്കെ പൗലോസും കൂടി ആലോചിച്ചൊരു കാര്യമാണ് പാർട്ടി ഓഫീസിലൊരു വായനശാല വേണം. വായനശാല മിക്കവാറും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് വയലാർ രാമവർമ്മയുടെ പേരിലാവണം എന്നത് ഇവരുടെ സവിശേഷമായ വയലാർ പ്രേമത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചെയ്തത്. അപ്പം ഞാനും എൻ്റെ കൂടെ പുസ്തകശേഖരത്തോടെ പുസ്തകം കൊടുത്തു, പലരും പുസ്തകം കൊടുത്തു. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നിർവഹിച്ച് ഞാൻ ഈ വയലാർ രാമവർമ്മ വായനശാല ഉദ്ഘാടനം ചെയ്തു. ഞാനെന്നുള്ളത് എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് പറയല്ല. വടക്കാഞ്ചേരിയിലെല്ലാം ചോറ് കൂടുതലുണ്ടെങ്കിൽ അതിന് അവകാശി ആലങ്കോട് ലീലാകൃഷ്ണനാണെന്നാണ് ഏതാണ്ട് 4 പതിറ്റാണ്ടായിട്ടുള്ള എൻ്റെ അനുഭവം. പൂക്കളേക്കാൾ കെട്ടുപോകാത്ത ജീവിതഗന്ധം മീനുകൾക്കാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. വടക്കാഞ്ചേരിയിൽ വയലാർ രാമവർമ്മ സ്മാരക വായനശാലയുടെ രണ്ടാമത് വയലാർ യുവകാവ്യ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണക്കും ശാസ്ത്രവും പ്രണയവും കാവ്യ പരികൽപ്പനകളും ജീവിത യാഥാർത്ഥ്യങ്ങളും ചാലിച്ചലിയിച്ച വയലാർ കവിതകളുടെ സപ്താഹ യത്നങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നത് മലയാളിയെ പ്രബുദ്ധതയിൽ നിലനിർത്തുന്നതിന് ഉപകരിക്കുമെന്നും ആലങ്കോട് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. യുവകവി ആർ ആതിരയുടെ മീനെ മീൻ മണമേ എന്ന കാവ്യ സമാഹാരമാണ് രണ്ടാമത് വയലാർ രാമവർമ്മ യുവകാവ്യ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കവി മാധവൻ പുറഞ്ചേരി, EM സതീശൻ, ജോൺസൺ പോണല്ലൂർ എന്നിവരായിരുന്നു അവാർഡ് നിർണയം നടത്തിയത്. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി CV പൗലോസ് അധ്യക്ഷത വഹിച്ച പുരസ്കാരദാന ചടങ്ങിന് ഗ്രന്ഥശാല സെക്രട്ടറി MU കബീർ സ്വാഗതം പറഞ്ഞു. പുരസ്കാര നിർണയ സമിതി അംഗവും പ്രശസ്ത നാടക പ്രവർത്തകനുമായ ജോൺസൺ പോണലൂർ കവിയെയും കവിതാ സമാഹാരത്തെയും പരിചയപ്പെടുത്തി. 3333 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ അവാർഡ് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സമർപ്പിച്ചു. രാമവർമ്മ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് EM സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷീല മോഹൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രുതി ലാലു, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, കവി ശരത്ചന്ദ്ര കർത്ത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് പുരസ്കാര ജേത്രി ആർ ആതിര മറുപടി പ്രസംഗം നടത്തി. ഗ്രന്ഥശാല പ്രവർത്തകൻ KK അബൂബക്കർ നന്ദി പറഞ്ഞു. You are watching VCV News.